നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുറ്റിപ്പുറത്ത് തൊട്ടിൽ കയർ കഴുത്തിൽ കുരുങ്ങി UKG വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. തിരൂരിൽ ഓട്ടോ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചു മറിഞ്ഞു. യൂത്ത് മാർച്ച് രാജകീയ വരവേൽപ്പിനൊരുങ്ങി വാഗൺ ട്രാജഡി മണ്ണ്. കായിക കിരീടം ചൂടി MES സെൻട്രൽ സ്കൂൾ തിരൂർ. വെട്ടം ആലിശ്ശേരി എരേപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ശനിയാഴ്ച വിപുലമായ ചടങ്ങുകളോടെ കൊണ്ടാടും. തിരൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. വിശദമായ വാർത്തകൾ. കുറ്റിപ്പുറം ബംഗ്ലാംകുന്നിൽ തൊട്ടിൽ കയർ കഴുത്തിൽ കുരുങ്ങി 2ാം ക്ലാസ്സുകാരി മരിച്ചു. ജാഫർ സാദിഖിന്റെ മകൾ ഹയ ഫാത്തിമയാണ് മരിച്ചത്. കർത്തല മർക്കസ് അൽ അമീർ സ്കൂൾ UKG വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട ഹയ. മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. സ്കൂൾ വിട്ടുവന്ന് റൂമിൽ കളിച്ചുകൊണ്ടിരിക്കെ കട്ടിലിൽ നിന്നും ചാടുന്നതിനിടെ അബദ്ധത്തിൽ കയർ കഴുത്തിൽ കുടുങ്ങിയതാണെന്നാണ് നിഗമനം. സഹോദരി റൂമിൽ കയറി നോക്കുമ്പോൾ തൊട്ടിൽ കയർ കഴുത്തിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുകയും ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെട്ടം ന്യൂസ്, കുറ്റിപ്പുറം. തിരൂരിൽ ഓട്ടോ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചു മറിഞ്ഞു. സമീപത്തെ താഴ്ചയിലേക്ക് മറിയാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഷിഹാബ് തങ്ങൾ ആശുപത്രിക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് അപകടം. തിരൂരിൽ നിന്ന് പച്ചാട്രി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോയാണ് എറ്റരിക്കടവ് പാലം കഴിഞ്ഞ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. നിയന്ത്രണം വിട്ട ഓട്ടോ സമീപത്തെ പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെട്ടു. അപകടത്തിൽ ഓട്ടോ തകർന്നു. താഴ്ചയിലേക്ക് മറിയാതിരുന്നതിനാൽ യാത്രക്കാർ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വെട്ടം ന്യൂസ്, തിരൂർ. മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ച് ഡിസംബർ 16-ന് തിരൂരിന്റെ മണ്ണിലെത്തും. രാവിലെ 8:30-ന് കുറുക്കോൾ കുന്നിൽ നിന്നും തുടങ്ങുന്ന യൂത്ത് മാർച്ച് കുറുക്കോളി മൊയ്തീൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്യും. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായിട്ട് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് ആഹ്വാനം ചെയ്ത വളരെ ശ്രദ്ധേയമായ ജാഥ യൂത്ത് മാർച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് മാർച്ച് മറ്റന്നാൾ തിരൂരിലെത്തിച്ചേരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കേരളം വളരെയേറെ ഈ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യൂത്ത് മാർച്ചാണിത്. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും 2 സർക്കാരുകളുടെ തെറ്റായ സമീപനങ്ങളും അതുകൊണ്ട് ഈ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ യൂത്ത് മാർച്ചിൽ മലപ്പുറം ജില്ലയിൽ ആയിരക്കണക്കായ പ്രവർത്തകന്മാർ ദിവസം രാവിലെ 8 മണി മുതൽ ഏറെക്കുറെ രാത്രി 8 മണി വരെ 20-25 കിലോമീറ്ററുകൾ നടന്ന് വളരെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സാഹിത്യ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ യൂത്ത് മാർച്ചിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെടുകയും കാലികമായി ഒരു യുവജന സംഘടന ചെയ്യേണ്ടുന്ന ഏറ്റവും ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇതിലൂടെ ഈ സംഘടനയ്ക്ക് സാധ്യമായിട്ടുണ്ട് എന്ന് കേരളത്തിലെ പൊതുവായ ഒരു സാഹചര്യം എല്ലാവരും മുൻനിർത്തി പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ തിരൂരിൽ തുഞ്ചൻ മണ്ണിലേക്ക് ഈ യാത്ര മറ്റന്നാൾ രാവിലെ 8 മണിക്ക് വളവന്നൂർ തുടക്കം കുറിച്ച് കടുങ്ങാത്തുകുണ്ട്, കൽപ്പകഞ്ചേരി, പുത്തനത്താണി, കുട്ടികളത്താണി, പട്ടനടർക്കാവ്, വൈരങ്കോട്, പുല്ലൂര്, സെൻട്രൽ ജംഗ്ഷൻ വഴി തിരൂർ സ്റ്റേഡിയത്തിൽ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ET മുഹമ്മദ് ബഷീർ MP അബ്ദുസമദ് സമദാനി, PC വിഷ്ണുനാഥ്, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA, അബ്ദുറഹ്മാൻ രണ്ടത്താണി, അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു, സിദ്ദിഖ് അലി രാങ്ങാട്ടൂർ തുടങ്ങിയവർ പങ്കെടുക്കും. തിരൂർ മണ്ഡലത്തിലെ യൂത്ത് മാർച്ചിന്റെ മുന്നോടിയായി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് VP ഉമ്മർ സാഹിബ് നഗറിൽ പതാക ഉയർത്തും. 4:30 മണിക്ക് തിരൂർ മണ്ഡലം വനിതാ ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമവും ഇശൽ സന്ധ്യയും നടക്കും.
വനിതാ സംഗമ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിക്കും. അഡ്വക്കേറ്റ് KP മറിയുമ്മ, ഡോക്ടർ കമറുന്നിസ അൻവർ, അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ എന്നിവർ പങ്കെടുക്കും. രാത്രി 6:30 മുതൽ സമീർ ബിൻസിയും ടീമും നയിക്കുന്ന ഗസൽ സന്ധ്യയും അരങ്ങേറും. വെട്ടം ന്യൂസ്, തിരൂർ. ചാത്തന്നൂർ സിന്തറ്റിക് ട്രാക്കിൽ വെച്ച് നടന്ന 16ാമത് MES സംസ്ഥാന കായികമേള കൊടിയിറങ്ങിയപ്പോൾ തിരൂർ MES സെൻട്രൽ സ്കൂൾ ഓവറോൾ കിരീടം MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിൽ നിന്നും ഏറ്റുവാങ്ങി. 4 വിഭാഗങ്ങളിലായി 92 ഇനങ്ങളിൽ 600 കായിക പ്രതിഭകൾ 2 ദിവസങ്ങളിലായി മാറ്റുരച്ച മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 177 പോയിന്റോടെയാണ് തിരൂർ MES സെൻട്രൽ സ്കൂൾ കിരീടം സ്വന്തമാക്കിയത്. ആദ്യ ദിവസത്തെ മത്സരത്തിൽ തന്നെ മുന്നിലെത്തിയ തിരൂർ MES സെൻട്രൽ സ്കൂൾ അവസാന നിമിഷം വരെ ശക്തമായ പോരാട്ടം നടത്തിയാണ് ആധിപത്യം ഉറപ്പിച്ചത്. MESന്റെ താരങ്ങൾ 28 സ്വർണം, 11 വെള്ളി, 4 വെങ്കലം തുടങ്ങിയവ നേടിയെടുത്താണ് വിജയത്തിലെത്തിയത്. വ്യക്തിഗത ചാമ്പ്യന്മാർ: അണ്ടർ 12 ബോയ്സ് മുഹമ്മദ് അമാൻ CP, അണ്ടർ 19 ബോയ്സ് നോഷിൻ മുഹമ്മദ് അഷ്റഫ്, അണ്ടർ 19 ഗേൾസ് നിത K, അണ്ടർ 17 ഗേൾസ് നിംന ഫാത്തിമ PP, ഷംസീൻ KN തുടങ്ങിയവർക്ക് ലഭിച്ചു. അണ്ടർ 12, 17, 19 വിഭാഗത്തിൽ തിരൂർ MES സെൻട്രൽ സ്കൂളിന് തന്നെയാണ് ഓവറോൾ കിരീടം ലഭിച്ചത്. കായിക അധ്യാപകരായ അജേഷ്, മിഥുൻ, റീതു, ജമാലുദ്ദീൻ, ദിഷ്ണ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള തീവ്രമായ പരിശീലനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 113 പോയിന്റോടെ MES ഇന്റർനാഷണൽ സ്കൂൾ പട്ടാമ്പിയാണ് രണ്ടാമത്. 9 സ്വർണം, 17 വെള്ളി, 17 വെങ്കലം എന്നിങ്ങനെയാണ് അവരുടെ മെഡൽ നില. 94 പോയിന്റോടെ മൂന്നാം സ്ഥാനം ലഭിച്ച MES രാജ റെസിഡൻഷ്യൽ സ്കൂളിന് 10 സ്വർണം, 11 വെള്ളി, 11 വെങ്കലം തുടങ്ങിയ മെഡലുകൾ ലഭിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. വെട്ടം ആലിശ്ശേരി എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ശനിയാഴ്ച വിപുലമായ ചടങ്ങുകളോടെ കൊണ്ടാടും. വൈകിട്ട് 4 മണിയോടെ വെട്ടത്തുകാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് പുറപ്പെടും. പട്ടാമ്പി നടുവട്ടം രാജൻ സ്വാമിയും സംഘവുമാണ് വിളക്ക് പാർട്ടി. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയുള്ള ഗുരുതി ദർപ്പണത്തോടെയാണ് അയ്യപ്പൻ വിളക്കിന് സമാപനമാവുക. വെട്ടം എരയപുരത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട്, വെട്ടം എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് നടക്കുന്ന അയ്യപ്പൻ വിളക്കാണ്. വളരെ ജീർണാവസ്ഥയിൽ കിടക്കുന്നതാണ് ഞങ്ങളുടെ ക്ഷേത്രം. ഒരുപാട് വർഷങ്ങളായിട്ട് വികസനം കൊതിക്കുന്ന ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഇത്. മഹാക്ഷേത്രങ്ങളിൽപ്പെട്ട തന്ത്രിവര്യന്മാരും ജ്യോതിഷന്മാരൊക്കെ വളരെ വർഷങ്ങൾക്ക് ഒരു മഹാക്ഷേത്രത്തിൽ ഗണത്തിൽപ്പെടുന്ന ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പരിസര ഭാഗത്തൊന്നും പൊതുക്ഷേത്രങ്ങളിൽ അടുത്ത കാലത്തൊന്നും ഒരു വിളക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വിളക്ക് വളരെ വിജയപ്രദമാവാൻ എല്ലാവരുടെ സഹകരണങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പരിസര ഭാഗത്തുള്ള എല്ലാവർക്കും, നാട്ടുകാരും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം അങ്ങനത്തെ ഒരു വിളക്കുണ്ടായിട്ടില്ല, ഒരു പൊതുക്ഷേത്രത്തിൽ ഒരു വിളക്കുണ്ടായിട്ടില്ല. എരയപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അയ്യപ്പൻ വിളക്കാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. എല്ലാ നാട്ടുകാരുടെയും എല്ലാ വിഭാഗം ആളുകളുടെ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ക്ഷേത്രം ജീർണാവസ്ഥയിൽ നിന്നും ഒരു നല്ല നിലയിലേക്ക് വരുന്ന ഒരു പ്രകാശപൂരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ ഈ വിളക്കിലൂടെ എന്ന് മാത്രം ആണ് പറയാനുള്ളത്. എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും ഇതിൽ വരണം. വെട്ടത്തുകാവ് അമ്പലത്തിൽ നിന്ന് 4 മണിക്ക്, വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും 4 മണിക്കാണ് നമ്മുടെ താലപ്പൊലി എഴുന്നള്ളിപ്പ്. തിരൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തിരൂർ അൽമനാറ കണ്ണാശുപത്രിയും മലപ്പുറം ചട്ടിപ്പറമ്പ് എഡ്യൂകെയർ സെന്റർ ഹോസ്പിറ്റലും ചേർന്ന് തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ വെച്ച് 17/12/2023 ഞായറാഴ്ച രാവിലെ 9 മുതൽ 2 വരെ നേത്ര ദന്ത മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. നേത്രചികിത്സാ രംഗത്ത് 20 വർഷത്തിലേറെ പരിചയസമ്പന്നനായ ഡോക്ടർ റിയാസ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാർ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ പരിശോധിച്ച് നിർണയിക്കുകയും സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നതുമായിരിക്കും. കൂടാതെ ദന്തസംബന്ധമായ രോഗങ്ങൾ പരിശോധിക്കുകയും ക്ലീനിംഗ് തുടങ്ങിയ പ്രാഥമിക പരിചരണങ്ങൾ സൗജന്യമായി ക്യാമ്പിൽ വെച്ച് നടത്തുകയും സങ്കീർണമായ ചികിത്സ വേണ്ടവർക്ക് സൗജന്യ നിരക്കിൽ ആശുപത്രിയിൽ ചെയ്തു കൊടുക്കുന്നതുമായിരിക്കും. ഈ സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ലയൺസ് ക്ലബ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് മനോജ് തുളുത്തിയിൽ, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ KP റഹ്മാൻ, ട്രഷറർ ഗഫൂർ മൗലാന, അൽമനാറ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് M എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 55 വർഷമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പല സംഗതികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാനമായും നേത്ര സംബന്ധമായ രോഗങ്ങളെ കണ്ടെത്തുക,
സൗജന്യമായി തിമിര ശസ്ത്രക്രിയ നടത്തുക എന്നുള്ളതാണ്. കാരണം തിമിര ശസ്ത്രക്രിയയാണ് തിമിരമാണ് ഇന്ന് വരുന്ന നമ്മുടെ നാട്ടിലുള്ള ഈ കോസ്റ്റൽ ഭാഗങ്ങളിലൊക്കെയുള്ള ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വെട്ടം ന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.